രാഹുൽ ഗാന്ധി ശബ്ദിക്കരുത്, അയാളെ തളർത്തണം. അങ്ങനൊന്നും അയാൾ തളരും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതൊരുപാട് കണ്ടു വന്നതാണ് കേട്ടോ. ഈ തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അങ്ങനാണ് രാഹുൽ ഗാന്ധി അതെല്ലാം ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞു വന്നതാണ്. ED അല്ല, ആരെ അഴിച്ചു വിട്ടാലും ശരി അനങ്ങരുത്. മൊഴി കൊടുക്കാനാണെങ്കിൽ പോയി മൊഴി കൊടുക്കണം. കൂടുതൽ ശല്യം ചെയ്യുകയാണെങ്കിൽ കോടതി പോകണം അതിനെതിരെ. ഇവിടുത്തെ നീതിന്യായ കോടതികളുണ്ട്, അത് അവിടെ പോകണം. അവിടെ പോയിട്ട് അതിനെതിരെ നടപടിയെടുക്കണം. അതാ ചെയ്യേണ്ടത്. ED എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കുക. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത് വീണ്ടും രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തും, അയാളെ ശല്യം ചെയ്യും. കാരണം അയാളുടെ ശ്രദ്ധ മാറ്റാനാണ് ഈ ചെയ്യുന്നത്. ഇതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധി തളരരുത് എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. കാരണം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. രാഹുൽ ഗാന്ധി വളരെ സ്കോർ ചെയ്യുന്നു, വളരെ നന്നായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. പാർലമെന്റിൽ അതിന് വളരെ പ്രത്യക്ഷത്തിൽ ഇതുപോലെ ഇടപെടുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. ഇതൊക്കെ വരുമ്പോൾ പണ്ട് ചെയ്യുന്ന അതേ പരിപാടി ഇപ്പൊ പുതിയതായിട്ട് ഇറക്കി തുടങ്ങിയേക്കാണ് കേട്ടോ. ED അഴിച്ചുവിടുക. അതായത് ED അങ്ങോട്ട് അഴിച്ചുവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ED, അതായത് നാഷണൽ ഹെറാൾഡ് കേസ് പണ്ട് ED അന്വേഷിച്ചുകൊണ്ടിരുന്നതാണ്. അത് 2022 ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി സോണിയാഗാന്ധിയും ഏതാണ്ട് 40 മണിക്കൂറോളം ഇവർ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തതാണ് ED. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല ചോദ്യം ചെയ്യലില്ല. പക്ഷേ ഇനിയിപ്പോൾ രണ്ടാം തവണ വീണ്ടും ചോദ്യം ചെയ്യാൻ പോവാം. കാര്യം എന്താ? ഇത് രാഹുൽ ഗാന്ധിയുടെ വായടയ്ക്കും. രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, നരേന്ദ്രമോദി അസ്വസ്ഥനാകുന്നു, സംശയമൊന്നുമില്ല. കാരണം രാഹുൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് മറുപടി പറയാനില്ല. മറുപടി പറയാനില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹിൻഡൻബർഗ് തന്നെ അവര് വ്യക്തിഹത്യ നടത്തിയതാണ് എന്ന് ശ്രീമതി മാധവിയെ ആരോപിച്ചപ്പോൾ അവര് അതിന് മറുപടി പറഞ്ഞു. എന്താണെന്നറിയോ? അതായത് അവരുടെ പേര് നടപടിയെടുക്കാനുള്ള കരുത്തുണ്ടോയെന്ന് ചോദിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി അവരങ്ങ് വെളിവിടുമെന്ന് പറഞ്ഞു. അവരുടെ കയ്യിൽ ഇനിയുണ്ട് വിവരങ്ങൾ, അത് പുറത്തു വരും. അതിങ്ങനെ കുറേശ്ശെ അവർ വിട്ടുകൊണ്ടിരിക്കും. അവർ ചെയ്യാൻ പോകുന്നത്. പണ്ട് ഈ ഗൗതം അദാനിയുടെ അനുജൻ വിനോദ് അദാനി, വിനോദ് എന്നാണ് എൻ്റെ ഓർമ്മ, എനിക്ക് അങ്ങനെ തോന്നുന്നു, വിനോദ് അദാനി. അയാൾക്ക് ഇതേപോലെ മൗറീഷ്യസിലും ഒക്കെ ഉള്ള ബാങ്കിൽ ഇത് ചില കടലാസ് കമ്പനികൾ, അതായത് പേപ്പർ കമ്പനീസ് നമ്മൾ പറയാം, അങ്ങനെയുള്ളതേ ഉള്ളൂ. അതിനകത്ത് ഓഹരികൾ കാണിച്ചിട്ട് അതിൻ്റെ വില കൂട്ടി കാണിച്ച് ഇവിടെ ഗൗതം അദാനിയുടെ, അവരുടെ അദാനി ഗ്രൂപ്പിൻ്റെ എല്ലാ ഇതിൻ്റെയും വില കൂട്ടി കാണിച്ചു. ഓഹരി അതിൽ അങ്ങനെ പെരുപ്പിച്ച് കാണിച്ചു. ഇത് വെളിവായി ഹിൻഡൻബർഗ് പുറത്തു കൊണ്ടുവന്നു. ഓഹരി കുത്തനെ ഇടിഞ്ഞു അതിൻ്റെ നിലവാരം. ഇപ്പൊ പോലും ഇതേപോലെ ഈ അദാനി ഈ കമ്പനികളിലൊക്കെയാണ് ഈ നിക്ഷേപമൊക്കെ വന്ന് ഇവിടെ പ്രശ്നം വരുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനിയുടെ ഗ്രൂപ്പിൻ്റെത് മിക്ക ഓഹരികളുടെയും വില കുത്തനെ ഇടിഞ്ഞു. ഇപ്പോൾ ഇന്നലെ അത് കമ്പോളത്തിൽ ഉണ്ടായി. വലിയ നഷ്ടം തന്നെ വരും. ഒരുപാട് ആളുകളെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ച് ഇതിനെ അന്വേഷിക്കണം എന്നുള്ളത് വളരെ ന്യായമായൊരു ആവശ്യമാണ്. അത് നിർബന്ധമായിട്ടും ഇതിലെ അന്വേഷണം വേണ്ടതാണ്. കാരണം ഇതുപോലുള്ള ഒരു കൊള്ളരായ്മ കാണിച്ചിട്ട് ഈ രീതിയിലുള്ള ആളൊക്കെയാണ് ഈ സെബിയുടെ തലപ്പത്തൊക്കെ പ്രതീക്ഷിച്ച് വെച്ചേക്കുമ്പോൾ അതിന് നടപടി വേണം. ആ നടപടിക്ക് പകരം മൗനം, അതാണ് നടപടി. എന്നിട്ട് അതിനെ ഡെസ്കിൽ അടിച്ചും ഒക്കെ നിരുത്സാഹപ്പെടുത്തുക, ഒന്നും പറയാൻ സമ്മതിക്കാതിരിക്കുക പാർലമെന്റിലൊക്കെ. ഇതിന് ശേഷം രാഹുൽ ഗാന്ധിയുടെ വായടയ്ക്കണം. വായടയ്ക്കാൻ രാഹുൽ ഗാന്ധി ഒന്ന് തളർത്താനുള്ള ഒരു മാർഗമാണ് ED അടുത്തതായിട്ട് വീണ്ടും ചോദ്യം ചെയ്യുക. അപ്പോൾ ED എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കുക. അതാണിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത് വീണ്ടും രാഹുൽ ഗാന്ധി വിളിച്ചു വരുത്തും, അയാളെ ശല്യം ചെയ്യും. കാരണം അയാളുടെ ശ്രദ്ധ മാറ്റാനാണ് ഈ ചെയ്യുന്നത്. ഇതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധി തളരരുത് എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. കാരണം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ശബ്ദം എന്ന് പറയുന്നത് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ ആകെ ഉള്ളത് രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അത് ആ വായടയ്ക്കുക എന്ന് പറയുമ്പോൾ BJPയുടെ ഈ തന്ത്രമാണ് കയറി പ്രയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ ED അഴിച്ചുവിടുക എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇനി CBI ഉണ്ട്, പിന്നെ ഇൻകം ടാക്സ് ഉണ്ട്, കാണുന്നതെല്ലാം ഉണ്ട്. ഇതുപോലുള്ള കുറേ സാധനങ്ങൾ കയ്യിരിപ്പുണ്ട്. അതിനെ അങ്ങെടുത്ത് പ്രയോഗിക്കുക. ഞാൻ ചോദിക്കട്ടെ, നാണം എന്ന് പറയുന്ന മനുഷ്യനില്ലേ? നമ്മളൊന്ന് ചിന്തിക്കണം. ഇതേപോലെ പ്രത്യക്ഷത്തിൽ ഒരാളെ ആക്രമിക്കാനായിട്ട് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാളെ വായടയ്ക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ശബ്ദം ഇല്ലാതാക്കുക. അതാണ് ചെയ്യേണ്ടത്. അതൊരിക്കലും നടക്കരുത്.
ഇതുകൊണ്ടൊന്നും രാഹുൽ ഗാന്ധി തളരരുത് എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. ഇപ്പോൾ അതാണ് ജനങ്ങളുടെ ആവശ്യം. അപ്പോൾ അത് ED അല്ല, ആരെ അഴിച്ചു വിട്ടാലും ശരി, അനങ്ങരുത്. മൊഴി കൊടുക്കാനാണെങ്കിൽ പോയി മൊഴി കൊടുക്കണം. പിന്നെ കൂടുതൽ ശല്യം ചെയ്യുകയാണെങ്കിൽ കോടതി പോകണം അതിനെതിരെ. ഇവിടുത്തെ നീതിന്യായ കോടതികളുണ്ട്, അത് അവിടെ പോകണം. അവിടെ പോയിട്ട് അതിനെതിരെ നടപടിയെടുക്കണം. അതാ ചെയ്യേണ്ടത്. സുപ്രീം കോടതിയൊക്കെ സമീപിക്കേണ്ടതാണ് ഈ തോന്നിവാസത്തിനെതിരെ. അത് ചെയ്യണം. കാരണം ED 2022 കെട്ടിപ്പൂട്ടി പോയതാണ്. അപ്പോൾ എലക്ഷൻ കഴിഞ്ഞു, അത് വരെ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ അന്നൊക്കെ ചെയ്തു തീർത്തു. ഇനി വന്നു കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇനി രാഹുൽ ഗാന്ധി ശബ്ദിക്കരുത്, അയാളെ തളർത്തണം. അങ്ങനൊന്നും അയാൾ തളരും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതൊരുപാട് കണ്ടു വന്നതാണ് കേട്ടോ. ഈ തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു കേട്ടില്ലേ, എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി. അതെല്ലാം ആ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞു വന്നതാണ്. ഇനി കുഴപ്പം വരില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇട്ടിട്ട് ഓടത്തുമില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതാണ് വേണ്ടത്. ജനങ്ങൾക്ക് ആവശ്യം അതാണ്.